ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യുവാൻ വഴിയിലേക്ക് വീണ്ടും സ്വാഗതം. യുവാനിയൻ വഴിയുടെ അവതാരികയായ പ്രഭാഷണത്തിന്റെ 2ാം ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രഭാഷണം നമ്മൾ അവസാനിപ്പിച്ചത് ഒരു ചിന്തയിൽ നിന്നാണ്. യുവാനിയൻ വഴി എവിടെ നിന്ന് തുടങ്ങുന്നു? ഗിരിദീപം എന്ന പുസ്തകത്തിലൂടെ തൻ്റെ ആത്മാവിൻ്റെ നൊമ്പരങ്ങളെ പങ്കുവയ്ക്കുന്ന പിതാവ് സന്യാസത്തിലേക്കും പിന്നീട് പുനരൈക്യത്തിലേക്കും അദ്ദേഹം നടന്നു നീങ്ങിയതിൻ്റെ ചില കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതിൽ പ്രധാനമായിട്ടും പിതാവ് പറയുന്നത് അക്കാലങ്ങളിൽ സമുദായത്തെ കുറിച്ചുള്ള അറിവും സമുദായത്തിൻ്റെ ചില വ്യവഹാരങ്ങളിൽ ആഴത്തിൽ ഇടപെടാൻ എനിക്ക് ലഭിച്ച അവസരങ്ങളും സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണാനും മണക്കുവാനും എന്നെ സഹായിച്ചു. അപ്പോഴെല്ലാം ആ അനുഭൂതി ദൈവത്തെ അറിയുന്നതിനുള്ള സോപാനമായിട്ടത്രേ നമുക്ക് തോന്നിയിട്ടുള്ളത് എന്ന് ഒരു പുതിയ ആഭിമുഖ്യത്തോടുകൂടെ സംസാരിക്കുന്ന പിതാവിൻ്റെ ആ ജീവിത ശൈലിയിൽ നിന്നാണ് യുവാനിയൻ വഴി ഉദ്ഭവിക്കുന്നത്. ദേവദാസന്മാർ യുവാനിയസ് തിരുമേനി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ അടിത്തറ പാകിയ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ആധ്യാത്മിക ചേതനയിൽ അധിഷ്ഠിതമാണ് യുവാനിയൻ വഴി. ഇതൊരു ജീവിത വിശുദ്ധീകരണ പാതയാണ്. അതിന് പരിചയപ്പെടുത്തുന്ന ആമുഖ പ്രഭാഷണത്തിന്റെ 2ാം ഭാഗമാണിത്. ഈ പ്രഭാഷണത്തിൽ നാം യുവാനിയൻ വഴി ഉരുതിരിയുന്ന ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ച് പരാമർശിക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പ്രയോഗമുണ്ട്. That every text has a context. So everything spoken outside the context is a pretext. അതിൻ്റെ അർത്ഥം എല്ലാ കാര്യങ്ങൾക്കും അത് ഉരുതിരിയുന്ന ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിസ്ഥിതിയുണ്ട്. നമ്മുടെ ഭാഷയിലെ തനതായ പ്രയോഗങ്ങളിലൂടെ നമ്മൾ ആ ഒരു പ്രയോഗത്തെ കാണുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, എല്ലാ ചരികൾക്കും അത് ഉത്ഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ എല്ലാ വേഷങ്ങൾക്കും അതിനെ പരിചയപ്പെടുത്തുന്ന ഒരു പരിവേഷമുണ്ട്, അല്ലെങ്കിൽ എല്ലാ സ്ഥിതികൾക്കും അതായിരിക്കുന്ന പരിസ്ഥിതികളുമുണ്ട്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതിനെ പിന്നീട് വ്യാഖ്യാനിക്കുമ്പോൾ ആ സാഹചര്യങ്ങളെയും പരിവേഷങ്ങളെയും പരിസ്ഥിതികളെയും ഒക്കെ നമ്മൾ ആധികാരികമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ളൊരു പ്രവണത ഇത്തരം കാര്യങ്ങളിലൊക്കെ വന്നു കയറാം. സോ യുവാനിയൻ വഴി എന്ന് പറയുന്ന ആധ്യാത്മിക ദർശനം അത് ചരിത്ര പശ്ചാത്തലത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ ഉരുതിരിയുന്ന ഒരു ആധ്യാത്മിക ദർശനമാണ്. ഒരുപക്ഷെ പുത്തൻകൂർ സമുദായത്തിൽ തുടങ്ങിയ പുനരൈക്യ പ്രസ്ഥാനത്തെ അങ്ങനെ ഒരു ആധ്യാത്മിക ദർശനമായി ഇതുവരെ കണ്ടിരിക്കണമെന്നില്ല. അതിൻ്റെ അർത്ഥമല്ലല്ലോ അങ്ങനെ ഒരു ആധ്യാത്മിക ദർശനം അതിലില്ല എന്നത്. സോ നമ്മൾ അല്പം കൂടി കടന്ന് ചിന്തിക്കണം. യുവാനിയൻ വഴി ഉരുത്തിരിയുന്ന പരിസ്ഥിതി അല്ലെങ്കിൽ സാഹചര്യം അതല്ലെങ്കിൽ അതിൻ്റെ പരിവേഷം എന്താണ്? ഒരു കാര്യം കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം കേട്ടു. അത് സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രതികരണത്തിൽ നിന്ന് ഉളവാകുന്ന ഒരു ആഭിമുഖ്യമാണ്, അല്ലെങ്കിൽ ഒരു തിരിച്ചറിവാണ്. അത് ഇന്നത്തെ സമുദായത്തിൽ ഒത്തിരി ആവശ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒത്തിരി മ്ലേച്ഛതകൾ ഉറഞ്ഞുകൂടുന്നു എന്ന് ബോധ്യമുള്ള ഒത്തിരി ആളുകളുണ്ട്. അതിൽ മനസ്സ് വേദനിക്കുന്ന ഒത്തിരി ആളുകളുമുണ്ട്. ആ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും? നമ്മുടെ സാഹചര്യത്തെ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന പരിവേഷത്തെ അല്ലെങ്കിൽ നമ്മളുടെ പരിസ്ഥിതികളെ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ഈ പരിസ്ഥിതികളിൽ നിന്നൊക്കെ മാറി എൻ്റെ കുടുംബം നല്ലതാകണം, എൻ്റെ സ്ഥാപനം നല്ലതാകണം, അല്ലെങ്കിൽ എൻ്റെ സമൂഹം നല്ലതാകണം എന്നൊന്നും നമുക്ക് വിചാരിക്കാൻ പറ്റില്ല.
നമ്മളായിരിക്കുന്ന പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. നമ്മളായിരിക്കുന്ന പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പുതിയ ആഭിമുഖ്യത്തെ ആവിഷ്കരിക്കാൻ നമുക്കാവുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ മ്ലേച്ഛതകളിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൈ കഴുകുന്നതിലോ ചർച്ചകൾ ചെയ്യുന്നതിലോ ഒക്കെ എന്താണ് ഒരു അതിലെന്ത് മഹത്വമാണുള്ളത്? പ്രവാചകന്മാർ എന്നും പരിസ്ഥിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ വിശുദ്ധീകരിക്കാൻ ശ്രമിച്ചു. ജർമായും അല്ലെങ്കിൽ ആമോസും അല്ലെങ്കിൽ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന പല പ്രവാചകന്മാരും ഇസ്രായേലിന്റെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രതികരിക്കാനും ആ സമൂഹത്തെ വിശുദ്ധീകരിക്കാനും അവർ ശ്രമിച്ചു. ആ സിസ്റ്റത്തിന്റെ പുറത്തേക്ക് പോയിട്ട് ആ സിസ്റ്റം മലിനതകൾ നിറഞ്ഞതാണ് എന്ന് ആരോപിക്കുന്നതിൽ വലിയ മഹത്വമില്ല. നമ്മുടെ കുടുംബത്തിലെ മ്ലേച്ഛതകളെ നമ്മൾ കാണുകയും മണക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ചുറ്റിലുമുള്ളവരെ ഞാൻ അവരാണ് തെറ്റ് എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുവോ? അതല്ലെങ്കിൽ അവർക്കെതിരെ ഞാൻ കോടതി വ്യവഹാരങ്ങളിലേക്ക് പോകുവോ? ഒരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്, if you wanted to participate in the glory of the people, you should participate in their shame also. വലിയ മഹത്വത്തിലേക്ക് മാത്രമേ ഞാൻ കയറുകയുള്ളൂ, പക്ഷെ അതിലുള്ള ലജ്ജാകരമായ അവസ്ഥകളെ ഞാൻ ഓണപ്പ് ചെയ്യുകയില്ല എന്ന് പറയുന്നത് വിശുദ്ധിയുടെ ഒരു തലമല്ല. നമ്മൾ മ്ലേച്ഛതകൾ ഊറിക്കൂടുന്നതിനനുസരിച്ച് അപസ്വരങ്ങളും വ്യവഹാരങ്ങളും കലാപവും യുദ്ധത്തിലേക്ക് നയിക്കുന്ന ജീവിത സാഹചര്യങ്ങളും ഉടലെടുക്കും. അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടി പോകാനൊന്നും കഴിയില്ല. സമാധാനത്തെ സൃഷ്ടിക്കേണ്ടത്, പുനരൈക്യത്തെ സൃഷ്ടിക്കേണ്ടത്, വിശുദ്ധിയിലേക്കുള്ള ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് ഇവിടെയാണ്. നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണ്, നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ സമൂഹത്തിലാണ്, നമ്മുടെ സഭയിലാണ്. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ചർച്ചകൾ ചെയ്യുകയോ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒത്തിരി ചേഞ്ചിന്റെ അല്ലെങ്കിൽ മാറ്റത്തിന്റെ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നതിലോ അല്ല. യു ഷുഡ് ഓൺ അപ്പ് ദാറ്റ് എൻ്റെ സഭയുടെ അടിയിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ അടിയിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിന്റെ അടിയിൽ മ്ലേച്ഛതകൾ ഊറിക്കിടക്കുന്നു. ഞാനത് കാണുകയും മണക്കുകയും ചെയ്യുന്നു. അത് കലാപങ്ങളായിരിക്കാം, മനസ്സിൽ വന്നിട്ടുള്ള അന്തരങ്ങളായിരിക്കാം. പക്ഷെ അതിനെ കണ്ടുകൊണ്ട് തന്നെ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു, അവിടെയാണ് ഇവാനിയൻ വഴി രൂപപ്പെടുന്ന ഒരു പരിസ്ഥിതി. ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ മ്ലേച്ഛതകളെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ ആ മ്ലേച്ഛതയ്ക്കും അല്ലെങ്കിൽ ആ ഒരു തെറ്റായ രീതിക്കൊക്കെ കാരണക്കാർ മറ്റുള്ളവരാണ് എന്ന് വിധിക്കുന്ന ഒരു രീതി നമുക്ക് പുനരൈക്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയല്ല. സൂക്ഷ്മമായ വിധത്തിൽ മ്ലേച്ഛത നമ്മെ വിശുദ്ധിക്ക് യോഗ്യമല്ലാത്ത ചുറ്റുപാടുകളിൽ നിലനിൽക്കാനായിട്ട് പ്രേരിപ്പിക്കും. കുറെ കഴിയുമ്പോൾ ആ ചുറ്റുപാടുകളെ തന്നെ പരിഷ്കരിക്കാനും ക്രമപ്പെടുത്താനും ശരിപ്പെടുത്താനുമുള്ള ഒരു പ്രവണതയും നമ്മുടെ ഉള്ളിലേക്ക് വരും. അങ്ങനെ വരുന്ന ഒരു അവസരത്തിൽ പിന്നെ അത് നമ്മൾ മണക്കില്ല. നമ്മുടെ ചുറ്റും നടക്കുന്ന മ്ലേച്ഛതയെ പിന്നെ നമ്മൾ കാണില്ല. ആയിരിക്കുന്ന അവസ്ഥയെ എങ്ങനെ വികസിപ്പിക്കാം, ഇംപ്രൂവ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുകയുള്ളൂ. അതിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഒരു ആധ്യാത്മിക ദർശനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഉൾക്കാഴ്ചകളിലേക്കൊക്കെ നമ്മൾ കടന്നു വരുന്നത്. ഇവാനിയൻ വഴി രൂപപ്പെടുന്ന ആ ഒരു പശ്ചാത്തലം അത് ചരിത്രാധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു യഥാർത്ഥത അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സത്യം നമ്മളെ എപ്പോഴും അതിശയിപ്പിക്കും. അത് മുകളിൽ നിന്ന് വന്നതോ ഒരു ഗുരുവിന്റെ മനസ്സിൽ ഉദിച്ചതോ ഒന്നുമല്ല. പച്ചയായ മനുഷ്യര് ജീവിക്കുന്ന ചുറ്റുപാടുകളില്, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളില് ഉരുത്തിരിഞ്ഞു വന്ന നൊമ്പരങ്ങള്, ആത്മീയ സംഘർഷങ്ങള്, അതാണ് ഇവാനിയൻ വഴിയുടെ ചരിത്ര പശ്ചാത്തലം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കാം ആ ചരിത്ര പശ്ചാത്തലം. കാരണം മലങ്കര സഭയുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയ്ക്ക് ഒത്തിരി നൂറ്റാണ്ടുകളുടെ പഴക്കവും ആഴവും ഉണ്ട്.
അത് ഒരുപക്ഷെ തുടങ്ങുന്നത് ഉദയംപോർ സുനകദോസിൽ നിന്നാണ്. ആരുടെയൊക്കെയോ ആഗ്രഹങ്ങളില് മ്ലേച്ഛതകള് അടിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോ കുരിശില് കയറ് കെട്ടി നിലവിളിച്ച ഒരു ജനതയുടെ നൊമ്പരം ആ മ്ലേച്ഛതയുടെ അടിയിൽ ഊറിക്കിടക്കുന്നുണ്ട്. ആരാണ് തെറ്റ് ആരാണ് ശരി എന്നൊന്നും വിധിക്കുന്നില്ല. മ്ലേച്ഛതകൾ നിറയാൻ തുടങ്ങിയിരുന്നു. പിന്നീട് 12 പേർ കൂടി ഒരാളെ മെത്രാനായി വാഴിക്കുമ്പോഴും അതിനുശേഷം ഒന്നായിരുന്ന ഒരു കുടുംബം പഴയ കൂറെന്നും പുതിയ കൂറെന്നും ഉള്ള 2 കൂട്ടരായിട്ട് മാറിപ്പോയപ്പോഴും പിന്നീട് ആരാധനയ്ക്കും ഭരണ സംവിധാനങ്ങൾക്കും വേണ്ടി ഒത്തിരി വേദനയോടുകൂടെ പുനരൈക്യത്തിന്റെ ചിന്തകൾ മനസ്സിൽ താലോലിപ്പിച്ചപ്പോഴും മ്ലേച്ഛതകൾ പുത്തൻകൂർ സമുദായത്തിന്റെ അടിയിൽ ഉറഞ്ഞുകൂടാൻ തുടങ്ങിയിരുന്നു. ഇന്ന് ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് ശേഷം ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ മൂന്നാമത്തെ പാർട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങളെ കൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ആത്മശോധനയുടെ തലങ്ങൾ നമ്മളിൽ നഷ്ടപ്പെടുന്നില്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു. പുത്തൻകൂർ പഴയകൂർ എന്ന വേർതിരിവോടെ ഒരു കുടുംബം രണ്ടായത് ഇന്ന് നമ്മുടെ മനസ്സിൽ വേദനയായിട്ട് നിൽക്കുന്നില്ലേ? പലപ്പോഴും പുനരൈക്യ ചിന്തകളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ മാർത്തോമ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിന്റെ അടിത്തട്ടിൽ വന്ന വേദനയെക്കുറിച്ച് നമ്മൾ മാധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താറുണ്ടോ? പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ പൂർവികർ ചെയ്ത പാപങ്ങളാണെന്ന് ചിലപ്പോഴൊക്കെ ധ്യാന പ്രസംഗങ്ങളിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ അമ്മ ചെയ്തത്, ഞാൻ ഗർഭത്തിൽ ഉരുവായിരുന്ന സമയത്ത് എന്നിലേക്ക് കടന്നു വന്നത്, അതിനൊക്കെ കുറിച്ച് പ്രാർത്ഥിക്കണം, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂനം കുരിശിന്റെ സത്യത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വന്ന വേദനയുടെ മുറിവുകളെ ഉണക്കാൻ വേണ്ടി നമ്മൾ ആരെങ്കിലും മുട്ടുമ്പോ നിൽക്കാറുണ്ടോ? അല്ലെങ്കിൽ ഉദയംപോർ സൂനകദോസിൽ നടന്ന കാര്യങ്ങളെ ഒരു സഭയുടെ പൊളിറ്റിക്സ് മാത്രമായി കണ്ട് നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ മുറിവുകളെ ഉണക്കാൻ വേണ്ടിയിട്ട് എത്ര പേര് കൊന്ത ചൊല്ലി? നമുക്ക് പുതിയ ആഭിമുഖ്യങ്ങൾ വരേണ്ടിയിരിക്കുന്നു. ഒരു സന്യാസത്തിന്റെ തീച്ചൂളയിൽ ഒരു വ്യക്തി തന്റെ ആത്മാവിനെ സ്ഫുടം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സഭാഗാത്രത്തിൽ വന്നിരിക്കുന്ന മുറിവുകളെ കാണാനുള്ള ഉൾക്കാഴ്ചകൾ മാർ ഇവാനിയോസ് പിതാവിനുണ്ടായിരുന്നു. കുരിശുകൾ കയറ് കെട്ടാനുള്ളതല്ല എന്നുള്ള തിരിച്ചറിവ്, ആ കുരിശിനെ ചുമന്നു കൊണ്ടുപോകേണ്ടെന്നുള്ള തിരിച്ചറിവ്. അപ്പൊ ആ കുരിശിൽ കെട്ടിയ ആലാത്ത് കയറ് പൊട്ടിയത് ഞാൻ വലിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ജനത തോൽപ്പിക്കാൻ വലിച്ചതുകൊണ്ടുമല്ല, നൂറ്റാണ്ടുകളോളം പുനരൈക്യത്തിന് വേണ്ടി കരഞ്ഞ് അവരുടെ കണ്ണുനീര് വീണ് ദ്രവിച്ചു പൊട്ടിയതാണ് ആ കൂനം കുരിശിന്റെ ആലാത്ത് കയറെന്ന് പിതാവ് നെഞ്ചിൽ തട്ടി പുനരൈക്യത്തിന്റെ കഥകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളോട് പറയുന്നു. ഒത്തിരി വേദനയുണ്ട്. പുത്തൻകൂറും പഴയകൂറും ആയിട്ട് ഒരു കുടുംബം പിരിഞ്ഞപ്പോ ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മളായിരിക്കുന്ന ആ ഒരു അവസ്ഥാന്തരങ്ങളിൽ നിലനിന്നുകൊണ്ട് പക്ഷെ നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു പുനരൈക്യത്തെ കുറിച്ച് ചിന്തിക്കാനോ വിലപിക്കാനോ അതിനുവേണ്ടി ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്താനോ, കർത്താവേ ഞങ്ങളുടെ സഭാഗാത്രത്തില് സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആ കുടുംബത്തിൽ വന്നിട്ടുണ്ടായിരുന്ന ഈ വേദനയ്ക്ക് വേണ്ടി ഞാൻ ചൊല്ലുന്നു ഒരു കുർബാന, അല്ലെങ്കിൽ ഞാൻ ചൊല്ലുന്നു ഒരു മധ്യസ്ഥ പ്രാർത്ഥന, ഞാനും അല്പനേരം മുട്ടുകുത്തി നിന്ന് ആ ഗാത്രത്തിലെ മുറിവുകൾ ഉണങ്ങട്ടെ എന്ന് നമ്മൾ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? പക്ഷെ നമ്മുടെ സഭാഗാത്രത്തില് നമ്മുടെ വിശ്വാസ ജീവിതത്തില് അങ്ങനെ വലിയൊരു മുറിവ് കിടക്കുന്നില്ലേ? ആ മുറിവിലല്ലേ സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛത വന്ന് നിറഞ്ഞതും തളം കെട്ടി നിന്നതും? പിതാവ് അത് കാണാൻ തുടങ്ങി. നമുക്കൊരിക്കലും അതിനെ നിരാകരിക്കാൻ കഴിയില്ല. ഇനി നൂറ്റാണ്ടുകളുടെ പിന്നിലേക്ക് പോയിട്ട് അവരാരായിരുന്നു ശരി ആരായിരുന്നു തെറ്റ് എന്ന് നമ്മൾ വീണ്ടും ഈ മുടി വലിക്കീറിയുന്നതുപോലെ വിശകലനങ്ങളുടെ അപ്പുറത്ത് വിശകലനങ്ങളെ നടത്തുമോ? നമ്മൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, വേദനയും മുറിവുകളും ഹൃദയത്തിൽ സംഭവിച്ചിരുന്നു. ആ ഉണങ്ങാത്ത മുറിവിൽ ഇപ്പോഴും ചലം കെട്ടിക്കിടക്കുന്നുണ്ട് എന്ന് പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു. പുത്തൻകൂറുകാരുടെയും പഴയകൂറുകാരുടെയും ഉള്ളിൽ ഒരു നൊമ്പരമായി പുനരൈക്യ ചിന്തകൾ എപ്പോഴും നിലനിന്നിരുന്നു.
പക്ഷെ പിന്നെ ഉപജാപങ്ങളുടെ മ്ലേച്ഛതകൾ കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ ദൈവത്തെ അറിയാനുള്ള സോപാനമായി കരുതി മലയാള മണ്ണിലേക്ക് അന്ത്യോക്യൻ ആരാധനക്രമത്തിന്റെ വരവുകൾ, യാക്കോബായ ജീവിത രീതികൾ, മലങ്കരയെ പരിണയിച്ച നാളുകൾ, മ്ലേച്ഛതകൾ വീണ്ടും ആ സമൂഹത്തെ ഗ്രസിക്കാനും നിറയാനും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവയൊക്കെ ദൈവത്തെ അറിയാനായിട്ടുള്ള സോപാനങ്ങളാക്കി മാറ്റാൻ നവീകരണ പ്രസ്ഥാനങ്ങളും പുതിയ ഉൾപ്പിരിവുകളും വേർതിരിവുകളും ഒക്കെ പുത്തൻകൂർ സമുദായത്തിൽ സംഭവിക്കാൻ തുടങ്ങി. മലങ്കര സഭയിൽ ആ മ്ലേച്ഛത വീണ്ടും നിറഞ്ഞപ്പോൾ അബ്ദുള്ള പാത്രിയാർക്കീസിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ ആഗമനം, പിന്നീട് സഭയുടെ ഉപജാപങ്ങളിൽ മലങ്കര സഭയെ മൊത്തം വിഴുങ്ങാനുള്ള ആഗ്രഹത്തില് അത് മുടക്ക് കൽപ്പനയോളം എത്തി നിന്നു. ഒരു സഭ അതിനെതിരെ ഒത്തിരി വേദനയോടെ പ്രതികരിക്കാൻ ശ്രമിച്ചു. പട്ടശ്ശേരി എന്ന് പറയുന്ന വലിയ പിതാവ് ഒരു മല പോലെ തങ്ങളുടെ സഭയെ വിഴുങ്ങാൻ വന്ന ഒരു ശക്തിക്ക് മുമ്പിൽ നിന്നു. ഒരിക്കലും കരയാത്ത ആ മനുഷ്യൻ പിന്നീട് മുടക്ക് കൽപ്പനയ്ക്ക് വാലിഡിറ്റി ഇല്ല എന്ന് കേട്ടപ്പോൾ ചങ്ക് പൊട്ടിക്കരഞ്ഞു. ആ കണ്ണുനീരിലും അല്ലെങ്കിൽ ഈ സഭയെ ഒന്നിച്ചു നിർത്താൻ ആഗ്രഹിച്ച കുറേ നല്ല വ്യക്തികളുടെ നൊമ്പരത്തിന്റെ ഉള്ളിലും സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതകൾ തളം കെട്ടിക്കിടന്നിരുന്നു. ഒരു ജനത മൊത്തം കരഞ്ഞിരുന്നു. പിതാവിന്റെ സമയമാകുമ്പോഴേക്കും 270 വർഷങ്ങൾ കഴിഞ്ഞു പോയിരുന്നു ആ സംഭവത്തിന് ശേഷം. പലരും ആ തളം കെട്ടിക്കിടന്ന വേദനയെ കണ്ടില്ല. പിന്നീട് ക്രമപ്പെടുത്തലുകളും ശരിപ്പെടുത്തലുകളും ഉപജാപങ്ങളും സ്വാർത്ഥതകളൊക്കെ വന്നു നിറഞ്ഞപ്പോ ഒരു പുനരൈക്യത്തെ പറ്റി ചിന്തിക്കാനോ തിരിച്ചു പോക്കലിനെ പറ്റി ധൈര്യത്തോടുകൂടി സംസാരിക്കാനോ പലർക്കും കഴിഞ്ഞില്ല. പക്ഷെ പലരും പുനരൈക്യത്തിന് വേണ്ടിയിട്ട് പാദങ്ങൾ വെച്ചില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പുത്തൻകൂർ സമുദായത്തിന്റെ മാറി മറഞ്ഞു വന്നിരുന്ന എല്ലാ സമയങ്ങളിലും പലവരും പുനരൈക്യത്തിന് വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എഴുത്തുകൂത്തുകൾ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. മെത്രാൻ കക്ഷി ബാബകക്ഷി മത്സരം, പഴയ സെമിനാരിയിലെ സ്ഫോടനാത്മകമായ ഒരു അവസ്ഥ, അവസാനം അത് ആനപ്പാപ്പി എന്ന് പറയുന്ന വ്യക്തിയുടെ രക്തം വീണ് ശമനം വന്നൊരു സമയം, 13 കഷ്ണങ്ങളായിട്ട് തലയോട് പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ തല്ലിച്ചതച്ച് സെമിനാരിയുടെ മണ്ണില് ആ രക്തം വീഴ്ത്തിയ സംഭവം, അതൊക്കെ മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്ത അവസ്ഥകളല്ലായിരുന്നു. മാർ ഇവാനിയോസ് തന്റെ സന്യാസത്തിന്റെ പിന്നീട് പുനരൈക്യത്തിലേക്ക് നിന്ന ആധ്യാത്മ ചേതനയ്ക്ക് ഇതൊക്കെ പശ്ചാത്തലമായിട്ട് മാറിയിട്ടുണ്ട്. കലുഷിതമായ ഒരു സഭ, ഉപജാപങ്ങളാൽ നിറഞ്ഞ, ഭക്തിയുടെ ഭാവങ്ങളെ ഉൾക്കൊണ്ട എന്നാൽ അതിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാത്ത അധികാര വടംവലികളിൽ, വ്യക്തിഹന്തകളിൽ, സ്വഭാവ ഹത്യകളിൽ, കച്ചേരി വ്യവഹാരങ്ങളിൽ ഇത്രമാത്രം കലുഷിതമായ ഒരു അവസ്ഥ പുത്തൻകൂർ സമുദായത്തിൽ നിലനിന്നിരുന്നില്ല. സ്വതവേ ആധ്യാത്മിക ശീലം ഒത്തിരി നിറഞ്ഞ പിതാവിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഒരു പുതിയ ആഭിമുഖ്യം സ്വീകരിക്കുന്നതിനും തന്റെ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത വിശുദ്ധിയുടെ ബലത്താൽ പുത്തൻകൂറിന്റെ അന്തരാത്മാവ് എപ്പോഴും ആഗ്രഹിച്ചിരുന്ന, ആശിച്ചിരുന്ന പുനരൈക്യ പരിശ്രമങ്ങൾക്ക് വിജയം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുത്തൻകൂർ സമുദായത്തിന്റെ ചരിത്രം, പ്രത്യേകിച്ച് 1910 അബ്ദുള്ള പാത്രിയാർക്കീസിന്റെ ആഗമനവും മുടക്ക് കൽപ്പനയും കാതോലിക്കേറ്റ് സ്ഥാപനവും തീർത്ത പരിസ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ വന്യപിതാവിന്റെ ഉള്ളിൽ പുനരൈക്യത്തിന്റെ പുതിയ ജീവിതാഭിമുഖ്യം വെളിപ്പെട്ട് വരാൻ തുടങ്ങി. ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇപ്പോൾ ചോദിക്കാം. 90 വർഷങ്ങൾക്ക് മുമ്പ് കലുഷിതമായ ഒരു സഭയിൽ അല്ലെങ്കിൽ പുത്തൻകൂർ സമുദായത്തിൽ ഉരുതിരിഞ്ഞ പുനരൈക്യത്തിന്റെ ചിന്തകൾ, അല്ലെങ്കിൽ ആ പുനരൈക്യം എന്ന് പറയുന്നതും എൻ്റെ ജീവിതവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? വളരെ ന്യായമായ ചോദ്യമാണ്. 90 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന് എൻ്റെ ജീവിതത്തെ ഇപ്പൊ സ്പർശിക്കാൻ മാത്രം എന്തെങ്കിലും വെളിപാടുകളുണ്ടോ? ആ ചോദ്യം വരുന്നത്
ഒരു ഉത്തരത്തിൽ നിന്നാണ്. അത് ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചിന്ത തദ്ദേശീയമായി സംഭവിച്ച ഒരു കാര്യത്തിന് അതിൻ്റെ അപ്പുറത്തേക്കുള്ള അർത്ഥതലങ്ങൾ ഇല്ല എന്നുള്ളൊരു ചിന്തയിലാണ് അത് കടന്നു വരുന്നത്. പക്ഷേ നിങ്ങൾ ദൈവിക വെളിപ്പെടുത്തലിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനാൽ പ്രേരിതമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ദൈവിക ഇടപെടലുകൾ എന്നും തദ്ദേശീയമായിരുന്നു. ലൂർദ് തദ്ദേശീയമായൊരു ഇടപെടലല്ലേ? അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കത്തോലിക്ക സഭയിൽ കാണുന്ന പല സന്യസ്ത രീതികൾ, അത് ഫ്രാൻസേലിയൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇഗ്നേഷ്യൻ ആയിക്കോട്ടെ, കർമ്മലൈറ്റ് ആയിക്കോട്ടെ, ഒക്കെ തദ്ദേശീയങ്ങളായ ആധ്യാത്മിക മാർഗങ്ങളായിരുന്നു. ഇന്ന് ആഗോള സഭയോളം വളർന്ന് അത് എല്ലാ രാജ്യങ്ങളെയും സംസ്കൃതികളെയും ഒക്കെ സ്പർശിക്കുന്ന വെളിപ്പെടുത്തലുകളായിട്ട് വന്നിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ ഇന്ന് ബൈബിൾ വായിക്കുന്നതും അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുന്നു എന്ന് പറയുന്നതും ഇസ്രായേൽ എന്ന ഒരു ദേശത്ത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. ദൈവം അതിൽ സംസാരിച്ചിട്ടുണ്ടോ? അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇസ്രായേലിൻ്റെ ആ ജീവിതക്രമങ്ങളിൽ അവരുടെ ഇടയിൽ ഊറിക്കിടന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞത് മുഴുവൻ അവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല. അങ്ങനെ മ്ലേച്ഛതകൾ എവിടെയൊക്കെ ആയിരുന്നാലും ആരൊക്കെ ചെയ്താലും ആ വൈഷമ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരമായിട്ടാണ് തദ്ദേശീയമായ ഐശ്വര്യ വെളിപ്പെടുത്തലുകൾ നടന്നിരിക്കുന്നത്. പുത്തൻകൂർ സമുദായത്തിന്റെ വേദനയിലൂടെ അല്ലെങ്കിൽ പുത്തൻകൂർ സമുദായത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലൂടെ ദൈവികമായൊരു ഇടപെടലിനുള്ള ഒരു അവസ്ഥ വിശേഷം സംജാതമായി എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ പൊന്തി വന്നതും സഭയ്ക്കുള്ളിൽ ഇനി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നതുമായ പല ആധ്യാത്മിക അല്ലെങ്കിൽ രാഷ്ട്രീയ, സാംസ്കാരിക, കുടുംബ തലത്തിലുള്ള വൈഷമ്യങ്ങളുടെ നേർക്കാഴ്ചയായിരുന്നു പുത്തൻകൂർ സമുദായത്തിൽ ഉരുതിരിഞ്ഞ ചരിത്ര പശ്ചാത്തലം. അതിലുണ്ടായിരുന്ന വ്യവഹാരങ്ങളും വ്യക്തിഹന്തകളും ഉപജാപങ്ങളും മ്ലേച്ഛതകളും ഒക്കെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ നേർക്കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ദൈവികമായ ഇടപെടലുകൾക്ക് ഈ പുത്തൻകൂർ സമുദായം കാരണമായി എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. കൊറിന്തിലും അല്ലെങ്കിൽ റോമക്കാർക്കിടയിലും ഗലേഷ്യൻകാർക്കിടയിലൊക്കെ നടന്ന മ്ലേച്ഛതകൾക്കുള്ള ഉത്തരവായിരുന്നു പൗലോസ്ലീഹായിലൂടെ വന്ന ലേഖനങ്ങളെല്ലാം. പക്ഷെ ഇന്ന് നമ്മൾ അത് കൊരിന്ത്യക്കാർക്ക് മാത്രമായിട്ടാണ് കാണുന്നത്. നമ്മളുടെ ജീവിതത്തിലും ദൈവ സന്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം ഉപയോഗിക്കുന്നില്ലേ? അതുപോലെ പുത്തൻകൂർ സമുദായത്തിലൂടെ നടന്ന പുനരൈക്യം ഒരു ദൈവീക ഇടപെടലായിട്ടും നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ് പുത്തൻകൂർ സമുദായത്തിൽ ആ കാലത്ത് നിലനിന്നിരുന്ന വൈഷമ്യങ്ങളെന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവാനിയൻ വഴിയുടെ അകത്തളങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണാം. ഒരുപക്ഷെ നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലും ഇത്തരം അവസ്ഥാവിശേഷങ്ങൾ സംജാതമാകുന്നുണ്ട്. ആധ്യാത്മിക സംവേദനശീലത കുറഞ്ഞതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത സമുദായ അഭിവൃദ്ധിയെക്കുറിച്ച് കളിമണ്ണ് പോലെ കുഴച്ചു വെച്ച ഒരു മനസ്സുമായി നീറി പ്രാർത്ഥിച്ച, കണ്ണിന്റെ കോണിൽ എപ്പോഴും നനവോടുകൂടെ എൻ്റെ സമുദായത്തിന് ശാന്തിയും സമാധാനം എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വീണ്ടും വീണ്ടും ചിന്തിച്ച പിതാവിൻ്റെ മനസ്സിൽ ദൈവികമായ സ്പർശങ്ങൾ വരുന്നത് വളരെ എളുപ്പമായി. നമ്മളും അദ്ദേഹത്തോട് കൂടെ ചേർന്ന് ചിന്തിച്ചാൽ ആ ഉത്തരങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കും കടന്നു ചെല്ലാൻ കഴിയും. അവതാരികയുടെ 2ാം ഭാഗം ഞാൻ ഇവിടെ നിർത്തുകയാണ്. 3ാം പ്രഭാഷണത്തിൽ ഇവാനിയൻ വഴിയുടെ അന്തർധാരകളെക്കുറിച്ച് അല്പം കൂടിയും ആഴത്തിൽ നമുക്ക് ചിന്തിക്കാം. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ ചുറ്റിലും മ്ലേച്ഛതകൾ ഊറിക്കിടക്കുന്നില്ലേ? പുത്തൻകൂർ സമുദായത്തിൽ വന്ന വിഷമങ്ങൾ, പ്രാർത്ഥനയും ആരാധനയും നോമ്പുകളൊക്കെ പാലിക്കുന്നതിനൊപ്പം തന്നെ എവിടെയൊക്കെയോ അറിയാതെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഇരയുടെ വേദന ആ സമൂഹത്തിന് പിടിച്ചിട്ടില്ലേ? ആ ഇരയുടെ വേദനയല്ലേ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വിങ്ങുന്നത്?
അങ്ങനെയാണെങ്കിൽ പുത്തൻകൂർ സമുദായത്തിന് ദൈവം വെളിപ്പെടുത്തിയ ആ പുനരൈക്യം എന്ന ആ ഒരു പുതിയ കാൽവെപ്പ് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയൊക്കെ സമൂഹത്തിൻ്റെയും നമ്മുടെയൊക്കെ സന്യാസ ജീവിതത്തിൻ്റെയും പൗരോഹിത്യ ജീവിതത്തിൻ്റെയും സഭാ ജീവിതത്തിൻ്റെയും ഒക്കെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ അതിനെയൊക്കെ വിശുദ്ധീകരിക്കാനും സകാരാത്മകമായി പ്രതികരിക്കാനുമുള്ള ആർജവം നമ്മൾക്ക് ആ വഴി നൽകും എന്ന് വിശ്വസിക്കുക. അടുത്ത ചിന്തകൾക്ക് വേണ്ടി കാത്തിരിക്കുക. താങ്ക് യു.